ഗായ്സ്, ഓണത്തിന് എന്താ പരിപാടി? ഇനി ആ ചോദ്യത്തിന് പ്രസക്തിയില്ല അല്ലേ? നേരെ കൊല്ലം ആശ്രാമത്തോട്ട് വിട്ടു. ഒരുപാട് കാര്യങ്ങളോട്ടോ ആശ്രാമത്തുള്ളത്. അങ്ങനെ അവിടെ ഉള്ള ഒരു പരിപാടിയാണ് നമ്മുടെ സ്വന്തം ജംബോ സർക്കസ്. അങ്ങനെ ഞങ്ങളും പോയി ജംബോ സർക്കസിന് കേട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞിലേ പോയതാണേ, പിന്നെ ഞാൻ അങ്ങനെ സർക്കസിനൊന്നും പോയിട്ടില്ല. ഒരുപാട് നാൾക്ക് ശേഷം കേട്ടോ ഞാൻ ഈ സർക്കസ് കാണാനായിട്ട് കയറുന്നത്. ഒരു വൃത്തികെട്ട കുരു അവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിരിക്കുക. കാരണം ഞങ്ങൾ ഒരു അരമണിക്കൂർ മുന്നേ എത്തി. ഇസോന് ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ചെന്നത്. പക്ഷേ ഇസോ കാര്യമായിട്ട് എൻജോയ് ചെയ്ത് വെളിയിലുള്ള മൃഗങ്ങളെയാണ്, അതായത് ലൈവ് അല്ല, സ്റ്റാച്യു. അപ്പം നമ്മൾ അവിടെയൊക്കെ നിന്ന് കുറേ നേരം നമുക്ക് ടൈം ഉണ്ടായിരുന്നു. ഇസു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റതാണ് കേട്ടോ. പിന്നെ ഈ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഇസുവിന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അല്ലാതെ ഇസു നന്നായിട്ട് അത് എൻജോയ് ചെയ്തേ. പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ സർക്കസ് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഫോട്ടോയും വീഡിയോയും നല്ല രീതിയിൽ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഫുൾ ഒരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് മീൻസ് റേറ്റ് കൂടിയ സീറ്റുകളാണ് ഫ്രണ്ടിൽ, പിന്നെ കുറഞ്ഞത് അങ്ങനെ കേട്ടോ അവർ കൊടുത്തിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റും. നമ്മളങ്ങനെ ഒരുപാട് ഫ്രണ്ടിൽ പോയി ഇരിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം ബാക്കിൽ തന്നെ ഇരുന്നത്, ഞങ്ങൾക്ക് കാണാനൊക്കെ പറ്റി. അങ്ങനെ അടിപൊളിയായിട്ടും നമ്മൾ നല്ലോണം എൻജോയ് ചെയ്ത് കണ്ടു കേട്ടോ. എന്തൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും, നല്ല രസമാണ്. പല രാജ്യത്തു നിന്ന് ആൾക്കാരുണ്ടായിരുന്നേ, ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇത്തരം മൃഗങ്ങളുടെ ഓരോരോ ഇതുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇസു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇസുവിന് ഇതിന് ശേഷം സർക്കസിന് പോയി വന്നതിന് ശേഷം മാനെന്നെ ഭയങ്കര ഇഷ്ടമാണ്. മാനിപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇസു ഇതാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഇസുവിന് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഇതൊക്കെ കണ്ടപ്പോഴാട്ടോ. ഇസുവിന് ബാക്കിയൊന്നും അറിയാറായില്ലല്ലോ. പിന്നെ ഡാൻസ് ഒക്കെ കാണുമ്പോൾ പുള്ളി എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങളിത് ഫുൾ കറങ്ങി നടന്നു. ഇസുവിന് ജിറാഫിനെയൊക്കെ കാണിച്ചു കേട്ടോ. സീബ്ര ഉണ്ടായിരുന്നു, ജിറാഫ് ഉണ്ടായിരുന്നു, മാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കറങ്ങി നടന്ന് അവന് വേണ്ട വിധം അവൻ ഹാപ്പിയായി. അതിനുശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ആസ് യൂഷ്വൽ പിന്നെ അവിടെയുള്ള കടകളുണ്ടല്ലോ, നല്ല ഓഫറിലുള്ള ഷോപ്സ്. നമ്മൾ തിരക്കായതുകൊണ്ട് ഇസുമായിട്ട് അങ്ങോട്ട് കയറിയതേയില്ല. നമ്മൾ ആ ഏരിയയിലേക്ക് ചിന്തിച്ചില്ല. ജസ്റ്റ് നോക്കി പിന്നെ അവിടെ ഫുഡ് കോർട്ടൊക്കെ കറങ്ങി കയറാൻ നിന്നില്ല. നേരെ ഞങ്ങൾ സീമാസിലോട്ട് പോയി. അവിടെ നല്ലൊരു സെറ്റ് സാരി എടുക്കണം കേട്ടോ. അമ്മയ്ക്കൊരു സെറ്റ് സാരി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെടുത്ത് ഞങ്ങൾ നേരെ ഒരു തട്ടുകടയിലാണ് കഴിക്കാൻ പോയത്. കാരണം ഇസുവിന് ദോശ കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോയത്. ഇസു എവിടെ ചെന്നാലും കട്ടാലമ്പ. അങ്ങനെ അവിടെ ജഗ്ഗിലൊക്കെ വെള്ളത്തിൽ കളിയായി. അങ്ങനെ ജഗ്ഗൊക്കെ പതുക്കെ കൊണ്ട് മാറ്റി. ഞാൻ തട്ടുദോശ കേട്ടോ പറഞ്ഞത്. എനിക്ക് തട്ടുദോശയും സാമ്പാറും ചമ്മന്തിയും പപ്പടം ഒരു ഓംലെറ്റ് കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ പൊറോട്ട കുട്ടന്മാർ ആസ് യൂഷ്വൽ പൊറോട്ടയാണ് പറഞ്ഞത്, ഞങ്ങൾ ദോശയാട്ടോ പറഞ്ഞത്. അങ്ങനെ ഇതെല്ലാം കഴിച്ചു നല്ല സെറ്റായി ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട, എല്ലാവരും നേരെ പോണേ സർക്കസൊക്കെ കാണാനായിട്ട്.